ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗ്രാനീൻ്റെ ഗെയിമാണ്. ഞാൻ ഈസിയാണ് സെലക്ട് ചെയ്തത്. അപ്പം നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം. അപ്പം ഈ ഗെയിമിൽ ഡേ 1, ഡേ 5 വരെയാണെന്ന് തോന്നുന്നു. ഞാൻ ഡേ 1 ആദ്യത്തെയാണ് കളിക്കുന്നത്. ഇങ്ങനെ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എപ്പം ഞാൻ തുറന്നാലും ഈ ഒരു ഇതാണ് കാണുക. ഇതിന് മാറ്റമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ വന്ന പാടെ തന്നെ ഞാൻ നേരെ വാതിലോട്ട് ഓടുകയാണ് ചെയ്യുന്നത്. എനിക്ക് ചിലപ്പോൾ ഞാനിവിടെ വിചാരിക്കും ഇവിടെ ടേബിളിനടി ഇരിക്കാം, പക്ഷെ അപ്പോഴത്തേക്കും ഗ്രാനി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയോ രക്ഷപ്പെട്ട് അടിയിലോട്ട് പോയതാണ്. അപ്പോൾ ലാസ്റ്റത്തെ എല്ലാം നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം, ലാസ്റ്റ് വരെയുള്ള ട്വിസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ അധികം ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ടേബിളുണ്ട് ഗൈസ്, അതിൻ്റെ ഉള്ളിലാണ് ഒളിക്കാൻ വേണ്ടി മാക്സിമം ഞാൻ നോക്കാറുള്ളത്. കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ, കാരണം ഇതിൻ്റെ ഉള്ളിലാണ് ഗ്രാനി വയസ്സായല്ലോ, അതിനെക്കൊണ്ട് കുഞ്ഞിനൊന്നും പറ്റില്ല ഗൈസ്. അതിനെക്കൊണ്ട് തന്നെ പിന്നെ ഗ്രാനി ഇവിടെ വന്ന് നോക്കലില്ല. അപ്പം ഞാൻ മറ്റേ ഡോറെല്ലാം തുറക്കാൻ നോക്കിയിട്ടുണ്ട്, ഇന്നും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അതെല്ലാം വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മെല്ലെ ഇവിടെ ഇരിക്കാം, കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ ഇവിടെ വിളിക്കുന്നേരം അങ്ങനെ ഗ്രാനി വന്നിട്ട് കാണാനൊന്നുമില്ല. അങ്ങനെ ഞാനിതാ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ പറയും ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കല്ലേ ചേച്ചിന്ന്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇങ്ങനെ നേരെ ഒരു റൂമുണ്ട്, അതിൻ്റെ ഉള്ളിലൊന്ന് പോയി വെക്കാം. അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഇത് ഇവിടെ വലിയ ടേബിൾ, ഇവിടെ എല്ലാം ടേബിളാന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായില്ല ഗൈസ്. അങ്ങനെ ഞാൻ നേരെ വന്നപ്പോഴാണ് ഞാൻ ഈ സ്റ്റെപ്പ് കണ്ടു, അതിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ ഗ്രാനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പിന്നെ ഞാൻ ഇരുന്നതിനെ കൊണ്ട് കണ്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്, എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ച് നേരെ പുറകോട്ട് തന്നെ ഓടാം, അത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ വീണ്ടും എത്തിയ സ്ഥലത്ത് തന്നെ എത്തി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇനി പുറത്തേക്ക് ഇറങ്ങിക്കേണ്ട കുറച്ച് പെശകാണെന്ന്. അങ്ങനെ ഞാൻ നേരെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പോയി ടേബിളിൻ്റെ അടിയിൽ, അതാണ് എൻ്റെ സുരക്ഷ സ്ഥലം എന്ന് പറയുന്നത്. ഗ്രാനിനെ കണ്ട ഓടി രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ഈ ടേബിളിൻ്റെ അടിയിൽ എത്തിപ്പിക്കാൻ നോക്കും ഞാൻ കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാൻ വിചാരിച്ച്, ചിലപ്പോൾ ഗ്രാനി അങ്ങ് മുകളിൽ കണ്ടിക്കിട്ട് ഓടി വന്നാലോ. ഒരു കുമ്പിടിനെ മാതിരിയാണ് ഗൈസ്, ഒരു സ്ഥലത്ത് കണ്ടാൽ പിന്നെ ഗ്രാനീനെ പിന്നെ നമ്മളെ മുമ്പിലുണ്ടാവും. അങ്ങനെ ഇതാ പേടിച്ചും കൊണ്ട് കുത്തിരിപ്പാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ആ ടൂളിൻ്റെ സംഭവം എന്നാന്ന് മനസ്സിലായില്ല ഗൈസ്. ഞാൻ കുറേയെല്ലാം നോക്കി, പക്ഷേ അതൊന്നും ആവുന്നില്ല. നിങ്ങൾ എന്താ അറിയാമെന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ കമൻറ്റ് ചെയ്യുക. പിന്നെ എത്രത്തോളം ഹൊററാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഓക്കെ. അപ്പം ഞാനിതാ വീണ്ടും വന്നിരിക്കുകയാണ്. കുനിഞ്ഞാണ് പോകുന്നത്. പിന്നെ എങ്ങാൻ കണ്ടിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച കുനിഞ്ഞാണ് ഞാൻ പോകുന്നത്. ഈ സോഫയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്തോട്ട് പോയിക്കില്ല, നമുക്ക് അവിടെ ചാരി ഇരിക്കാനൊന്നും സമയമില്ലല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് കേസ് ഞാൻ ഈ ഷെൽഫിലൂടെ എന്തോ കണ്ടു, ഒരു ബുക്ക് കണ്ടു, അവിടെ ഒരു പെയിൻറ്റിങ് ഉണ്ട്. ഞാൻ വിചാരിച്ചു പെയിൻറ്റിങ് കൊണ്ട് എന്താ ആവശ്യമെന്ന് വിചാരിച്ച് ഞാൻ ബുക്ക് എടുത്തു കേട്ടോ. ബുക്ക് ആദ്യം എനിക്കിത് എടുക്കാൻ അറിയില്ലായിരുന്നു, പിന്നെയാണ് ഞാൻ അവിടെ ഒരു കൈ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ആ കൈ ഞെക്കാൻ, അതിനെ ഞെക്കാൻ നോക്കിയിട്ട് പിന്നെ കൈയിനെ തപ്പിയിട്ടും കാണുന്നില്ല. അങ്ങനെ എങ്ങനെയല്ലോ ഞാൻ മുമ്പിലെല്ലാം പോയി അങ്ങ് എടുത്തത്, എന്നിട്ട് അതും വെച്ച് പോവാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഗൈസ് ഇതെങ്ങനെ എടുത്തിട്ടുണ്ട്, പെയിൻറ്റിങ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് 2 എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 കൂടി തുറന്ന്, ഗ്രാനിക്ക് സംശയമായോ വിചാരിച്ചു, എനിക്ക് 2 എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഗ്രാനിക്ക് സംശയമായോ എന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഓടുകയാണ്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് കുറച്ച് ടേബിളിൻ്റെ അടിയിലിരുന്നിട്ട് ആലോചിക്കാം ഇനി ഈ ബുക്ക് കൊണ്ട് എന്താക്കുക, ഈ ബുക്ക് വെച്ചിട്ട് എന്താക്കുക എനിക്കറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. പിന്നെ പെട്ടെന്ന് ഞാനൊരു ഒച്ച കേട്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് സൗണ്ടൊന്നും ഇല്ല. പെട്ടെന്ന് ഞാനൊരു ഒച്ച കേട്ടു. അപ്പോൾ ഞാൻ വേഗം വിചാരിച്ചു ഈ ഒരു ഡോറെങ്കിലും ഒന്ന് തുറന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. പിന്നെ എനിക്ക് തുറക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വീണ്ടും ടേബിളിൻ്റെ അടിയിൽ പോയി. പിന്നെ ഞാൻ അവിടെ എല്ലാം നോക്കി, ചിലപ്പോൾ എൻ്റെ ബാക്കിൽ വന്ന് നിന്നാലോ പറയാനൊന്നും പറ്റില്ല, ഗ്രാൻഡ് സ്വഭാവമാണ്.
അങ്ങനെ നമ്മൾ നടന്ന് ധൈര്യം സംഭരിച്ച് പോകുന്ന ഗ്രാനി എന്നെ പിടിച്ച് കൈസ് ചത്ത്.